ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഈ ചായൻ അങ്ങോട്ടാണ് ധൃതി പിടിച്ച് ഓടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് ദുബായ് ദോ ക്രൂസിലാണ്. ഇവിടെ നമ്മൾ ക്രൂ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇനി അടുത്ത റോസ് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാവും. റോസിന് നാണം വന്നോണ്ട് റോസ് മാറി നിൽക്കുന്നതാണ്. ഭയങ്കര നാണമാണ്. ഞാനെന്തോരും നാണമുണ്ട് ചെറുതായിട്ട്, അതൊരു പറയാനൊരു ഇവിടെ കാണുന്നതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് ഇവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ പഴയ കാലത്തെ ഭിത്തിയൊക്കെ നമുക്ക് ശരിക്കും പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റിയൊരു ഒരു മൂമെൻ്റ് ആട്ടോ ഇവിടെ വന്ന് നിന്ന്. ഇവിടെ കണ്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ, നമ്മളിത് നമ്മുടെ ജമന്തിപ്പൂ ഒക്കെ ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇത് റോസാപ്പൂവിൻ്റെ പലതരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിലത്തെ ജാതിക്ക, മഞ്ഞൾ, കച്ചോലം, ഗ്രാമ്പു, ഓൾ തിങ്സ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഈ ഏരിയ നമ്മുടെ ക്രൂവിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സ്ഥലം കേട്ടോ. പിന്നെ മുമ്പോട്ട് നടന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അറബിക് ഡാൻസുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നാഷണൽ ഡേ ആണല്ലോ, അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമുകളാട്ടോ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. കുറേ പേര് വന്ന് നിന്ന് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കി മുമ്പോട്ട് പോയി. കാണുന്നില്ലല്ലോ. നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ക്രൂവിലേക്ക് കയറുന്നതിന് മുമ്പും വെയിറ്റ് ചെയ്യുമ്പം അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ അനന്തുവിനെ ഹെസമോൾ വിളിക്കുന്ന മാമൻ എന്നാട്ടോ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനന്തുവിനും റോസിനും ഹെസമോളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ കേട്ടോ ഹെസമോൾക്കും. ഇതുണ്ടോ മുമ്പോട്ട് നോക്കി എന്ത് രസമാണ് നോക്കുക. ഇവിടുത്തെ ലൈറ്റിങ്ങും ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കളാട്ടോ. ഈ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. അത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് വീണ്ടും നമ്മൾ എവിടെ ചെന്ന് നിന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പം അനന്തു റോസും കൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ എടുത്തു തരാമെന്ന്. അങ്ങനെ നമ്മുടെ ക്യാമറമാൻ അനന്തും റോസും കൂടെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരുവാണേ. ഇത് ശരിക്കും ഈ റാന്തൽ വിളക്ക് പോലത്തെ സംഭവമില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇലക്ട്രിക്കലായിട്ടുള്ള ലൈറ്റിംഗ് ആട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ് ഇതൊക്കെ കാണാൻ വേണ്ടി. ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ, ഇങ്ങനെ വന്ന് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പാരൻസിനോട് തന്നെ നന്ദി പറയണം. കാരണം അവർ നമ്മളെ പഠിപ്പിച്ച് ഇത്ര നല്ല നിലയിലെത്തിയോണ്ടല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ ജോലി ചെയ്യാനും ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി പറ്റുക. അതൊക്കെ ഓർക്കുമ്പോൾ വളരെ എൻ്റെ പപ്പേനോടും മമ്മീനോടും തന്നെ എനിക്ക് നന്ദി പറയാനുള്ളൂ. അതിൽ കൂടുതൽ മറ്റാരോടും ഇല്ല. അത്ര തന്നെ ഹാപ്പി മൂമെൻ്റ് എനിക്ക് തന്നത്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് ഫോട്ടോ എടുത്തു. ഇതാട്ടോ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ക്രൂ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുവാണ്. ഇനി അവിടെ ചെന്നതിന് ശേഷം വേണം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം. അതിനായിട്ട് മുമ്പോട്ട് നീങ്ങുവാണ് കേട്ടോ. അങ്ങനെ ഇച്ചായാലും അനന്തും കൂടെ പോയിട്ട് അവരെ കാണിക്കുകയാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഒരു ടൈമിന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നതിന് ശേഷം കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുക കേട്ടോ. എന്ത് രസം നോക്കിക്കേ. നൈറ്റിൽ ലൈറ്റിങ്ങും ഫുൾ സെറ്റപ്പുമായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഓരോ ബോട്ടിൽ ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഹെസമോളെയും കളിപ്പിച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ, എന്ത് മനോഹരമാണെന്നുള്ളത്. അപ്പോൾ ഇച്ചാൻ വന്ന് പുറകിൽ വീഡിയോ എടുത്ത് ഗൈസ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ തമാശകളും കോമഡികളെല്ലാം പറഞ്ഞ്
എൻജോയ് ചെയ്ത് നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ റോസ് മടുത്തതേ അവിടെ പോയിരിക്കുന്നു. അനന്തു മാമൻ എസമോളിലൂടെ കട്ടക്കളി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എന്താ നമുക്കും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എന്താ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഇച്ചായ വീണ്ടും വന്നിട്ടോ. അപ്പോൾ ഞാൻ ഇച്ചായനോട് പറയുകയാണ് ഞാനൊരു ഡാൻസ് കളിക്കാം, ഇച്ചായ വീഡിയോ എടുത്തോളാം. അങ്ങനെ അവിടെ ഇട്ട പാട്ടിൽ ഞാൻ എന്താ 2 നൃത്ത ചുവടുകൾ നടത്തുകയാണ് ഗൈസ്. ശരിക്കും എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ എനിക്ക് കളിക്കാൻ അറിയത്തില്ല. അത് കാരണം ഡപ്പാങ്കൂത്തിൽ ഡാൻസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. പണ്ടിങ്ങനെയൊക്കെ കളിക്കാൻ ഭയങ്കര നാണമാണ് കേട്ടോ. ഇപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയതുകൊണ്ട് കാണ്ടാമൃഗത്തിൻ്റെ കട്ടിയാണ്, ആരെന്നാ പറഞ്ഞാലും ഒരു കുലുക്കവും ഇല്ല. അങ്ങനെ വേണമല്ലോ നമ്മൾ യൂട്യൂബിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ വലിയ നാണവും ഷൈനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്, കാര്യം നടക്കൂലെന്ന്. അത് കാരണം കേട്ടോ. അങ്ങനെ വീണ്ടും കറക്റ്റ് കയറാനുള്ള സമയമായിട്ടോ, ക്രൂവിലേക്ക് കയറാനുള്ള സമയമായപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ അവിടെ വന്ന് നിന്നിട്ട് അവർ ചെക്കിങ് നോക്കുന്നുണ്ട്. അതിന് ശേഷം ഇച്ചായും കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. അതിന് ശേഷം അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അവരിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഉള്ളിലേക്ക് കയറ്റി അവർ ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് കയറ്റുന്നത്. അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ മുമ്പോട്ട് പോവാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ റോസുവിനോടും അനന്തൂനോടും പറഞ്ഞു നിങ്ങൾ നടക്കും, ഞാൻ വീഡിയോ എടുക്കാമെന്ന്. എപ്പോഴും അവരാട്ടോ വീഡിയോസ് ഞങ്ങൾക്ക് എടുത്തിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. എടുക്കുന്നതിന് വലിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് ചില രീതിയിൽ നോക്കിയാൽ. പക്ഷെ എന്തെങ്കിലും എന്നാണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടം. നോക്കിക്കേ ക്രൂവിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ എന്ത് ഭംഗിയാണ് നോക്കിക്കേ, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങൾ ഇത് 2 ഫ്ലോർ ആയിട്ടുള്ളതാണ്, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആയിട്ടുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ആകുമ്പം നല്ല രീതിയിൽ വ്യൂ കാണാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കണം. അതിൽ നമ്മളങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം സെലക്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ചെന്നപാട് നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ജ്യൂസ് തന്നു കേട്ടോ. അതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു ജ്യൂസ് അല്ലെങ്കിൽ കോഫി. നമ്മളങ്ങനെ ജ്യൂസ്, ഇത് മാംഗോ ജ്യൂസാട്ടോ അവർ തന്നത്. മാംഗോ ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചു. അപ്പോൾ റോസ് പറയാണ് രഞ്ജു നിൻ്റെ ഗ്ലാസ് ഇതാ പൊട്ടിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഒരു ഡൗട്ട്. പക്ഷെ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഇതായിരുന്നു. അങ്ങനെ എന്താ മാമനും മോളും വീണ്ടും കളി തുടങ്ങി. ഭയങ്കര എൻജോയ് ആയിട്ട് അവരുടെ കൂടെ അവൾ ഹെസമോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാമൻ്റെയും മോളിൻ്റെയും പാട്ട് മുമ്പോട്ട് നീങ്ങുന്നു. അവർ തമ്മിൽ കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മളോട് അവർ പറയുന്നുണ്ട് ഫുഡ് എല്ലാം റെഡിയാണ്, അവിടെ പോയിട്ട് ബൊഫേ സിസ്റ്റമാണ്, അങ്ങനെ ഫുഡ് നമുക്ക് എടുത്തുകൊണ്ട് നമ്മുടെ സീറ്റിൽ വന്നിരുന്ന് കഴിക്കാവുന്നതാണ്. ഇത് ശരിക്കും മിക്സഡ് വിത്ത് അറബിക് ഫുഡായിട്ടോ ഇവിടെ ഉള്ളത്. വെജ് ആൻഡ് നോൺ വെജ് സെക്ഷൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമായിരുന്നു. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നാഷണാലിറ്റിക്കാരും ഉണ്ടല്ലോ, അത് കാരണം എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള ഒരു ഫുഡിങ് മെത്തേഡാട്ടോ ഇവിടെ പ്രിപ്പയർ ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ് ഗൈസ്. ബൊഫേ സിസ്റ്റം, റൈസ് ഉണ്ട്, ഗുപ്പൂസ് ഉണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫുണ്ട്, പിന്നെ സാലഡ്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഫുഡെല്ലാം അടിച്ച് നമ്മുടെ പ്ലേറ്റ് കണ്ടോ ഗൈസ്, ആന കരിമ്പൻ കട്ടിൽ ആടിയ അവസ്ഥ. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിക്കേ ഇവിടെ ഒരു ഇവരുടെ പ്രോഗ്രാമും ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് തനൂരി ഡാൻസ് ഇല്ലേ, അതായിരുന്നു കേട്ടോ. ഇത് ശരിക്കും നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരത്തേക്കുള്ള അവരുടെ പ്രോഗ്രാമും നമ്മൾ എൻജോയ് ചെയ്തു ഗൈസ്. കുറേ നേരത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കൂടിപ്പോയ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അത്ര നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ടൈം ഡ്യൂറേഷൻ കുറവാണെങ്കിലും ഉള്ളത് അതിന് അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നും നെഗറ്റീവ് പറയാനില്ല. പിന്നെ ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയത്. അത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് പറ്റിയ വൈബിനുള്ള ആൾക്കാരാണ്. അത് കാരണം ആട്ടോ ഈ യാത്ര അത്രമാത്രം ഒരു സുഖകരമായിട്ട് മുമ്പോട്ട് പോയെന്ന് പറയാൻ വേണ്ടി പറ്റിയത്. കാരണം നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മുടെ വൈബിനുള്ള ആൾക്കാർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാനും
മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വീണ്ടും നമ്മൾ അവിടുത്തെ പാട്ടൊക്കെ ഇട്ടപ്പം മാമനും മാമിയും അപ്പനും അമ്മയും രസമോളും കൂടെ ഡാൻസ് കളിച്ചു കേട്ടോ. ഇച്ചായനാണ് ഈ വീഡിയോ കൂടുതലും എടുത്തു തരുന്നതാണ് നമുക്ക് ഇച്ചായൻ ഇവിടെ കാണാൻ പറ്റാത്തത്. അതിനുശേഷം മുമ്പോട്ട് പോയത് കുറേ എനിക്ക് തോന്നുന്ന ഒരു 2 hours അല്ലെങ്കിൽ 1.5 hours ജേർണി ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഹോൾ ത്രൂ ദുബായ് ചുറ്റി കാണുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. പാട്ട് കണ്ടപ്പോഴത്തേക്കും ഡാൻസ് കളിക്കാനുള്ള മൂഡിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആരും നാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അതിനുള്ള വൈബിൽ നമ്മൾ കളിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം കറങ്ങി ചുറ്റി തിരിച്ച് എത്താറായിട്ടോ. നല്ല ലൈറ്റിങ്, എല്ലാവരും ഇപ്പം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന സമയം. കാരണം നമ്മുടെ പബ്ലിക് ഹോളിഡേ ആണല്ലോ, ആനുവൽ നാഷണൽ ഡേ ആയതുകൊണ്ട് എല്ലാവരും അതിൻ്റെ വൈബിലാട്ടോ. അങ്ങനെ ഈ ബോട്ടിൻ്റെ മേളിൽ ഓപ്പണിങ്സ് ആട്ടോ. നല്ല രസമുണ്ട്. പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ തിരിച്ച് റിട്ടേൺ എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും എണീറ്റ് നിന്ന് ഡാൻസൊക്കെ കളിക്കുവാണേ. എല്ലാവരും എണീറ്റ് നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കളിച്ചു. ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡാൻസും പാട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമ്മുടെ റിട്ടേൺ പ്ലേസ് എത്താറ് ഗൈസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.